നമസ്കാരം. ഇന്ന് യുദ്ധങ്ങളിൽ പ്രധാനമായും രാജ്യങ്ങൾ തേടുന്നത് യുദ്ധത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. അതായത് ശത്രുവിൻ്റെ ആക്രമണങ്ങളെ, മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങളെ എങ്ങനെ ചെറുക്കാം എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇന്നും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനമായി നമ്മളെല്ലാവരും കണക്കാക്കുന്നത് ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനമാണ്. ഇസ്രായേലിലെ തന്നെ പ്രശസ്ത ആയുധ നിർമ്മാണ കമ്പനിയായ റഫാലാണ് ഈ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ സർക്കാരിനായി നിർമ്മിച്ച് നൽകിയത്. 2011 മുതൽ ഇതേവരെ ഏതാണ്ട് 10,000-ലധികം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിച്ചത് ഈ ഒരു അയൺ ഡോം സംവിധാനമാണ്. കൂടാതെ അവർക്ക് താഡ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പ്രതിരോധ സംവിധാനം കൂടിയുണ്ട്. ഇപ്പോൾ മിക്ക രാജ്യങ്ങളും മിസൈലുകളെക്കാളും ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ്. താരതമ്യേന ചിലവ് കുറവാണ് ഇവയ്ക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഓരോ മിസൈലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ എത്രയോ കോടി രൂപയാണ് അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഡ്രോണുകൾ യുദ്ധത്തിനായി ഉപയോഗിക്കുന്നത്. ഡ്രോണുകൾ പല വലിപ്പത്തിലുമുണ്ട്. എന്നാൽ ഈ ഡ്രോണുകളെ എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഇസ്രായേൽ പുതിയൊരു സംവിധാനം വികസിപ്പിച്ചിരിക്കുകയാണ്. ഇത് തീർത്തും ലേസർ സംവിധാനമാണ്. അയൺ ഡോം പോലെയൊന്നും തന്നെ അത്രയും പണച്ചെലവിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നമ്മളൊരു കാര്യം ഓർക്കുക, ഇപ്പോൾ അമേരിക്ക നിർമ്മിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ ഡോം എന്ന അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് $1.5 ട്രില്യൺ ചിലവ് വരുമെന്നാണ് പറയപ്പെടുന്നത്. 175 ബില്യൺ എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും $1.5 ട്രില്യണെങ്കിലും ആകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവിടെയാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ ഈ ലേസർ സംവിധാനം അവർ ഇപ്പോൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ ഇക്കാര്യത്തിൽ പരീക്ഷണം നടത്തിയത് ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിലാണ്. ഒരുപക്ഷെ ഹമാസിനെക്കാളൊക്കെ തന്നെ ഏറ്റവും അധികം ഡ്രോണുകൾ അയച്ച ഒരു ഭീകര സംഘടന ഹിസ്ബുള്ളയായിരുന്നു. അവരുടെ ഡ്രോണുകളെല്ലാം തന്നെ തകർന്നു വീഴുകയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ തദ്ദേശീയമായി നിർമ്മിച്ച റഫാൽ നിർമ്മിച്ചു കൊടുത്ത അവരുടെ ഈ ഒരു ലേസർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനമായിരുന്നു. ഇസ്രായേലിൻ്റെ ലേസർ പ്രതിരോധ സംവിധാനത്തിനായി 2 വിഭാഗങ്ങളിലായിട്ടാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നിൻ്റെ പേര് മാഗൺ ഓർ എന്നാണ്. ഇതിനെ അയൺ ബീം എന്നും അവർ വിളിക്കുന്നുണ്ട്. മറ്റേ സംവിധാനത്തിൻ്റെ പേര് ലഹാവ് ബർസൽ. ഇതിന് അയൺ സ്റ്റിങ് എന്നാണ് അവർ വിളിക്കുന്നത്. ഈ 2 ലേസർ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ പ്രധാനമായി ഡ്രോണുകളെല്ലാം തന്നെ കരിച്ചു തള്ളുന്നത്. താരതമ്യേന ചിലവ് വളരെ കുറവാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ ഇവ നിർമ്മിച്ചെടുക്കാം. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ തന്നെ വളരെ കുറച്ച് വൈദ്യുതി മാത്രം മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ലേസർ സംവിധാനത്തുണ്ട്. മാത്രമല്ല ഇത് കവചിത വാഹനങ്ങളുടെ മുകളിൽ വെച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ സർക്കാരിൻ്റെ തന്നെ പ്രതിരോധ വിഭാഗം നിർമ്മിക്കുന്ന പ്രത്യേകതരം വാഹനങ്ങളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനമാകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഇത് പെട്ടെന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ ലേസർ ഡ്രോൺ പ്രതിരോധ സംവിധാനം ചെയ്യുന്നത് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകളുടെ ചിറക് തകർക്കുക, അതല്ലെങ്കിൽ അവയുടെ പ്രധാനമായി ഇന്ധനമായി വയ്ക്കുന്ന ബാറ്ററിയുടെ ആ ഭാഗം ചീത്തയാക്കുക. ഈ ലേസർ രശ്മിയുടെ ശക്തി കൊണ്ട് പെട്ടെന്നത് പ്രവർത്തനരഹിതമായി പോവുകയും അങ്ങനെ താഴെ വീണ് അത് നശിച്ചു പോവുകയും ചെയ്യും. അതല്ലാതെ വെടിവെച്ചിടുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അഥവാ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ 4 വഴിക്കും ചിതറി വീഴാറുണ്ട്. ചിലപ്പോൾ അത് തീപിടുത്തത്തിന് പോലും വഴിവെക്കാറുണ്ട്. ഇതൊന്നുമില്ലാതെ നേരെ ഈ ഡ്രോണുകൾ താഴേക്ക് പതിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ, ആളില്ലാ ഡ്രോണുകളൊക്കെ തന്നെ ഈ ലേസർ സംവിധാനം ഉപയോഗിച്ച് തകർത്ത് തള്ളുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇസ്രായേൽ അവരുടെ ഇത്തരം സംവിധാനങ്ങളൊന്നും തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാറേയില്ല. അയൺ ഡോം സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെ സമീപിച്ചിരുന്നുവെങ്കിലും അത് അവരുടെ സ്വന്തം ടെക്നോളജി എന്ന നിലയിലായിരിക്കാം. ഒരു രാജ്യത്തിനും അവർ അതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടില്ല, നിർമ്മിച്ച് നൽകിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ലേസർ സംവിധാനത്തിന് വേണ്ടി പല രാജ്യങ്ങളും തിരക്ക് കൂട്ടുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ചിലവ് കുറവും പ്രവർത്തനക്ഷമത വളരെ കൂടുതലുമാണ് എന്നാണ് പറയപ്പെടുന്നത്. 100 കിലോ വാട്ടിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു പ്രതിരോധ സംവിധാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശക്തി നമുക്ക് ഊഹിക്കാം. ലഹാവിനാണെങ്കിൽ 30 കിലോ വാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഈ രീതിയിൽ നോക്കുമ്പോൾ ഇനി ഡ്രോൺ ഉപയോഗിച്ചും ഇസ്രായേലിനെ തകർക്കാൻ കഴിയുകയില്ല എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും വിവിധ രാജ്യങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് തങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യവും മറ്റൊക്കെ ഉപയോഗിച്ചായിരിക്കാം ഒരു പക്ഷേ നാളെ അങ്ങനെ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിൽക്കാൻ തീരുമാനിച്ചാൽ പോലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തീരുമാനമെടുക്കുക എന്നാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ പറയുന്നത്. കാരണം ലോകത്തെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടിയിൽ ചില രാജ്യങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഫ്രാൻസിനെ നിരുത്സാഹപ്പെടുത്തിയതായി വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങാനുള്ള
ചില രാജ്യങ്ങളുടെ നീക്കത്തെയൊക്കെ തന്നെ ജർമ്മനി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അവർ തടയിട്ടതായാണ് പറയപ്പെടുന്നത്. ഏതായാലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇത് കയറ്റുമതി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഏതായാലും ലോകത്ത് സൈനിക ശക്തിയിലും അതുപോലെ ചാരസംഘടനയുടെ ശക്തിയിലും ഇപ്പോൾ ഒടുവിൽ ലേസർ ശക്തിയിലുമൊക്കെ തന്നെ പ്രതിരോധ രംഗത്ത് തങ്ങൾ ഒന്നാമത് തന്നെയാണ് എന്ന് ഇസ്രായേൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഏതായാലും ഇനി ഇസ്രായേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയക്കുന്നവർ ഒന്നുകൂടി കരുതേണ്ടി വരും. കാരണം ശക്തനായ എതിരാളിയാണ് മറുവശത്ത് ഇസ്രായേൽ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. അയൺ ഡോം മാത്രമല്ല, അല്ലെങ്കിൽ താഡ് മിസൈൽ പ്രതിരോധ സിസ്റ്റം മാത്രമല്ല, ഇനി ഈ ലേസർ ശക്തി കൊണ്ടും ഇസ്രായേലിന് ശത്രുക്കളെ കീഴടക്കാൻ കഴിയും. അതൊരു വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെറിയൊരു ജീപ്പിൻ്റെ ആകൃതിയിലുള്ളൊരു കവചിത വാഹനത്തിലാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഇതിന് പാഞ്ഞെത്താനും അവിടെ പ്രതിരോധം തീർക്കാനും കഴിയും. ഡ്രോണുകൾ വരുന്നു എന്ന് സന്ദേശം ലഭിക്കാനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട്. ആ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് പ്രവർത്തനക്ഷമമാവുകയും ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കുന്നതുമാണ് ഈ ഒരു പുതിയ സംവിധാനം.